ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായി വടക്ക് കൊച്ചുമുറി അഞ്ചാംകരയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കുതിരക്കെട്ട് ഉത്സവത്തിനോടനുബന്ധിച്ച് കഞ്ഞിസദ്യ നടന്നു. നിരവധി ഭക്തജനങ്ങൾ കഞ്ഞിസദ്യയിൽ പങ്കെടുത്തു. ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായി വടക്ക് കൊച്ചുമുറി അഞ്ചാംകരയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുതിരക്കെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് കഞ്ഞിസദ്യ നടത്തി. നിരവധി ഭക്തജനങ്ങൾ കഞ്ഞിസദ്യയിൽ പങ്കെടുത്തു. 9-ാം തീയതി വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗണപതി ഹോമം, ഭാഗവത പാരായണം, ഉരുപ്പടി ഘോഷയാത്ര, ചട്ടം കൂട്ടൽ, പ്രസാദ വിതരണം, കഞ്ഞിസദ്യ, പുഴുക്കു വിതരണം, പാൽപ്പായസ വിതരണം, തായമ്പക, ദീപാരാധന, സോപാന സംഗീതം, തിരുവാതിര, കുത്തിയോട്ടപ്പാട്ടും ചൂടും, കരോക്ക ഗാനമേള, കെട്ടുകാഴ്ച എഴുന്നള്ളത്ത് എന്നിവ നടക്കും. 3-ാം ദിവസം രാവിലെ 8-ന് ഭാഗവത പാരായണം, ഉച്ചയ്ക്ക് 12-ന് കഞ്ഞിസദ്യ, വൈകിട്ട് 5-ന് പാൽപ്പായസ വിതരണം എന്നിവയുണ്ടാകും. 6:30-ന് ദീപാരാധന, തായമ്പക, 7:30-ന് കരോക്ക ഗാനമേള എന്നിവ നടക്കും. കഞ്ഞിസദ്യയ്ക്ക് ദിവസവും ഭക്തജനങ്ങളുടെ തിരക്കാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കുതിരമുട്ടിലെ പ്രധാന വഴിപാടായ പാവയ്ക്ക് ഉടയാട സമർപ്പണ വഴിപാട് ഏറെ ശ്രദ്ധേയമാണ്. സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താനലബ്ധിക്ക് വേണ്ടിയാണ് ഈ വഴിപാട് സമർപ്പിക്കുന്നത്. ഈ വഴിപാട് സമർപ്പിച്ച് സന്താന സൗഭാഗ്യം കൈവന്ന ദമ്പതിമാരിലൂടെ അവരുടെ അനുഭവം അറിഞ്ഞെത്തി വഴിപാട് സമർപ്പിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2007 നമ്മുടെ ഇവിടുത്തെ വടക്കുകൊച്ചുമുറി അഞ്ചാംകരയുടെ കുതിരയുടെ ആരംഭം കുറിച്ചത്. അന്ന് വളരെ പ്രയാസപ്പെട്ടായിരുന്നു ഈ ഒരു കുതിരയെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടും ഇതിൻ്റെ പണി എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നൊക്കെ അന്നത്തെ കമ്മിറ്റിക്കാർക്കുമൊക്കെ വളരെ ആശയക്കുഴപ്പമായിരുന്നു. എങ്കിലും ഭഗവതിയുടെ കാരുണ്യത്താൽ അത് വളരെ ഗംഭീരമായി തന്നെ നമ്മുടെ പ്രവടയൊഴിച്ച് ബാക്കിയെല്ലാം കെട്ടുളങ്ങര മോഡൽ തന്നെ ആയിരുന്നു. ഓരോ കൊല്ലം കഴിയും തോറും അതിൻ്റെ ഗാംഭീര്യവും പ്രൗഢിയും എല്ലാം വർദ്ധിച്ചു വരികയാണ്. ഇപ്പം നമുക്ക് ഭഗവതിയുടെ അനുഗ്രഹത്താൽ നമുക്ക് 2-3 ലക്ഷം രൂപ നമ്മുടെ ബാങ്കിലുണ്ട്. കിട്ടുന്ന പൈസ അനാവശ്യമായി കളയാതെ ഓരോ കമ്മിറ്റിക്കാർ മാറി മാറി വരുന്ന ഭരണസമിതി അവരുടെ കഴിവനുസരിച്ച് അവരാൽ എന്തുമാത്രം സാമ്പത്തികം മെച്ചമുണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഭരണസമിതിയാണ് നമ്മുടെ ഈ വടക്കുകൊച്ചുമുറി അഞ്ചാംകര. ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതി ഒരു 3-4 കൊല്ലം കൊണ്ട് ഇരിക്കുന്നതാണ്. ഓരോ കൊല്ലം കഴിയും തോറും അവരും അവരുടെ കൂടെ നിൽക്കുന്ന മെമ്പർമാരും വളരെ ഭംഗിയായി അച്ചടക്കത്തോടുകൂടി ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. നമ്മുടെ മറ്റ് ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 6 കരയാണുള്ളത്. ഈ 6 കരയിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ളത് പാവയാണ്, ആടും പാവ. ഈ സന്താനങ്ങളില്ലാത്ത വിഷമിക്കുന്ന ദമ്പതിമാർ ഇവിടെ വന്ന് പാവയ്ക്ക് ഉടയാട ചാർത്തി ഒരിടക്ക് വെറ്റ, പാക്ക്, കോയില എന്നിവ ദേവിക്ക് സമർപ്പിച്ച് നമ്മുടെ ഈ തെക്കൻ മേഖലയിൽ നിന്ന്, അതായത് ദൂരദേശത്തു നിന്ന് പോലും എല്ലാ വർഷവും ഒരു 100 കണക്കിന് പാവയ്ക്ക് ഉടയാട ചാർത്തുവാൻ വേണ്ടി ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അത് അവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ട് അടുത്ത വർഷം അവർ കഞ്ഞിസദ്യ നടത്താറുണ്ട്. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ അമ്മയുടെ ഇവിടെ പൂജ നടത്തി വൈകുന്നേരം ദീപാരാധന നടത്തും. അത് കഴിഞ്ഞ് രാവിലെ ഒരു 12 മണിയാകുമ്പം കഞ്ഞി, 5 മണിയാകുമ്പം വൈകിട്ട് പാൽപ്പായസം, പിന്നെ എല്ലാ ദിവസവും ഭാഗവത പാരായണം. അത് കഴിഞ്ഞ് പിന്നെ അവസാന ദിവസം 8-ാം തീയതി പുഴുക്ക് എല്ലാം നടത്തിയതിന് ശേഷം അമ്മയെ കെട്ടുകുതിര ഇവിടുന്ന് 9-ാം തീയതി നമ്മുടെ ഉത്സവത്തിൻ്റെ അന്ന് ഇവിടുന്ന് പിന്നെ ഒരു 2-2:30-3 മണിയോടുകൂടി ആനയിച്ച് നമ്മുടെ കരയെ ചുറ്റി അവിടെ കൃത്യസമയത്ത് തന്നെ അവിടെ കൊണ്ടെത്തിക്കുന്ന ഇതേവരെ നമുക്ക് ഒരു അവിടെ ചെല്ലുമ്പം ചില അവിടുത്തെ അമ്പലത്തിലെ ഇതുകൊണ്ട് എന്തെങ്കിലും താമസം ഉണ്ടാവാതെ ഞങ്ങളുടെ കരയിൽ നിന്ന് എല്ലാവരും നല്ല സന്തോഷത്തോടെ എല്ലാം ഭംഗിയായി ഈ നാട്ടുകാരുടെ സഹായത്തോടുകൂടി തന്നെ കൊണ്ട് അവിടെ എത്തിച്ച് ഇന്നേ വരെ അവിടെ എത്തിച്ച് കഴിഞ്ഞിട്ട് സന്തോഷകരമായി എല്ലാവരും ഒരു അമ്മയുടെ മുമ്പിൽ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടാണ് എല്ലാ വർഷവും ഞങ്ങൾ പിരിയാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ പിന്നെ ആളുകളുടെ സഹായം ഓരോ വർഷം തോറും ഞങ്ങളുടെ സഹായം കൂടി വരികയാണ്. പിന്നെ അതിനകത്തുള്ളതെന്ന് പറയാൻ ആഡംബരം കാണിക്കാതെ ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരുപാട് പേര് വലിയ പരിപാടികൾ നടത്തണമെന്നൊക്കെ പറഞ്ഞു വന്നാൽ അതൊന്നും വേണ്ട. നമുക്ക് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള പൈസ സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഇവിടെ ഗിരിജാഭവനം വിലാസിനിയമ്മ എന്ന് പറയുന്ന മരിച്ചുപോയി ആ കുടുംബത്തിൽ നിന്ന് ഒരു 1.5 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ കുതിരയുടെ ഓഫീസ് കെട്ടാൻ കുതിരമാളികയ്ക്ക് അടുത്ത് തന്നെ
ഞങ്ങൾക്ക് തന്നു. പാവയ്ക്ക് ഉടയാടയോടൊപ്പം ഒരു ജോഡി ഉടയാട, 2 അടുക്ക് വെറ്റ, പാക്ക്, ഒരു വലിയ പുകയില, തൂശനില 101 രൂപ എന്നിങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്. പ്രസിഡന്റ് എസ് തുളസീധരൻ, വൈസ് പ്രസിഡന്റ് ഭാസുരൻ, സെക്രട്ടറി ജ്യോതിഷ്, ജോയിന്റ് സെക്രട്ടറി പ്രേംകുമാർ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ജയകുമാർ തെക്കൻശ്ശേരിൽ, രഞ്ജുലാൽ, വിജയൻ, മുരളീകൃഷ്ണൻ, ജയചന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം.